മീൻസ് അപ്പോൾ കുറച്ച് പേര് റൂം ടൂർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് റൂം ടൂറിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ റൂം ടൂർ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ഇതാണ് എൻ്റെ റൂം. ഞാൻ ആദ്യം തന്നെ വിൻഡോയിൽ നിന്ന് തുടങ്ങാം. വിൻഡോയിൽ പറയാനാണെങ്കിൽ നമുക്ക് ഈ വിൻഡോ രണ്ട് രീതിയിൽ ഓപ്പൺ ചെയ്യാം. അതായത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കേ കൂടെ ഗ്യാപ്പ്, അതായത് ചെറിയ രീതിയിൽ കാറ്റ് കയറും. അല്ലെങ്കിൽ നമുക്കിത് അടച്ചിട്ട് ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിങ്ങനെ സാധാ രീതിയിൽ നമ്മുടെ അവിടുത്തെ പോലെ തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ്. അപ്പോൾ ഇതിലാണ് എല്ലാം ഇരിക്കുന്നത്. ഇതിങ്ങനെ വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആയിരിക്കും. ഇത് നേരെ താഴോട്ടാക്കിയ ലോക്ക്. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ ഷെയ്ഡ്സ് ആക്കാനുള്ള ഇതുണ്ട്, കണ്ടോ, താഴേക്ക് വരുന്നേ. അപ്പോൾ ഇപ്പുറം സ്വിച്ച് ഇട്ടാൽ അത് മുകളിലേക്ക് കയറി പോകും. ഇപ്പോൾ നമുക്ക് ലീവൊക്കെ ആണെങ്കിൽ, ഉരുളവൊക്കെ ആണെങ്കിൽ നമുക്കത് താത്തിയിടാം, അല്ലെങ്കിൽ നമ്മൾ എണീക്കില്ല. അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പുകൾ. പിന്നെ ഇവിടെ ടേബിളുണ്ട്, പിന്നെ ഇവിടെ എൻ്റെ ബാഗ്, പിന്നെ ഇവിടെ ഒരു ഷെൽഫുണ്ട്, ഇതിൻ്റെ അകത്ത് പാത്രവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ഒരു മേശ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ മൊത്തം എൻ്റെ മെഡിസിൻ, പിന്നെ ഇവിടെ എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ബെഡ്. ഈ ബെഡിന് കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട്. ബെഡ് നമുക്ക് പൊത്തുകയും താത്തുകയൊക്കെ ചെയ്യാം. ഇതൊരു ആൾട്ടഹേമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതെല്ലാം എനിക്ക് കിട്ടി. ഇത് ഇവിടെ നിന്ന് തന്നെ തന്നാണ് ഈ ബ്ലാങ്കറ്റ്. ഇതിൻ്റെ അടിയിലൊരു ബ്ലാങ്കറ്റ് ഉണ്ട്. ആ ബ്ലാങ്കറ്റ് അധികം ഉപയോഗിക്കാറില്ല. ഈ വിരി ഞാൻ വേറെ എക്സ്ട്രാ വിരിച്ച്, ഇതൊരു ഇതിൻ്റെ അടിയിലൊരു വെള്ള വിരിയാണ്. അപ്പോൾ അതുകൊണ്ടത് മുഷിഞ്ഞ്, അതായത് ചെളി പറ്റുമല്ലോ എന്ന് ഓർത്തിട്ടാണ് പിന്നെ ഞാൻ വേറെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു വിളിച്ചത്. പിന്നെ ഇവിടെ ഒരു ലൈറ്റുണ്ട്, ഇതിങ്ങനെ തെളിക്കാൻ പറ്റും. പക്ഷേ അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ടേബിൾ ഉണ്ട്, അത് പിന്നെ കാണിക്കാം. ഇതാണ് ഹീറ്റർ. ഇതിപ്പോൾ ഞാൻ വേറെ സ്ഥലമില്ലാത്തതുകൊണ്ട് എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇതിന് എനിക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കാനുള്ള ഇത് ഓവൻ പേപ്പർ. ഇത് ഞങ്ങൾ റേഷൻ മേടിക്കാൻ പോകണ സഞ്ചി, നമ്മുടെ നാട്ടിലാണെങ്കിൽ സഞ്ചി എന്ന് പറയും. ഇവിടെ വേറെ എന്താ പറയുന്നത്, എന്നെ പറയുന്നത്. പിന്നെ പഴം മേടിച്ച് വെച്ചിട്ടുണ്ട്, ഞാൻ അങ്ങനെ കഴിക്കാറില്ല. പിന്നെ ഇതാണ് ഹീറ്റർ. ഇത് ഇങ്ങനെ 5 എണ്ണം വരെ തിരിക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചൂട് കയറും. ഞാനിത് ഓണാക്കാറില്ല, ഞാനിത് വന്നിട്ട് ഒറ്റ തവണ ഓണാക്കിയിട്ടുള്ളൂ. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ എനിക്ക് ഓൾറെഡി ചൂടാണ്. പിന്നെ ഇവിടെ എൻ്റെ ഷൂ വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ മേടിച്ച കിൻഡർ ഷൂ, ഇവിടുന്ന് മേടിച്ചല്ല, നാട്ടിൽ നിന്ന് മേടിച്ചാൽ. പിന്നെ ഇവിടെ ഒരു ടേബിളുണ്ട്, ഇതിൻ്റെ അകത്തും എൻ്റെ തുണിയും കുറച്ച് സാധനങ്ങൾ അങ്ങനെയൊക്കെ. ഇതാണ് ഇവിടുത്തെ പോർട്ട്. ഇങ്ങനെയാണ്. അപ്പോൾ യൂണിവേഴ്സൽ അഡാപ്റ്റർ ഉള്ളതുകൊണ്ടാണ് ഇത് ഞാൻ കുത്തുന്നത്. പിന്നെ ഇതൊരു കെറ്റിൽ ഇവിടെ ഇരിപ്പുണ്ട്, ചാർജർ, പ്ലേറ്റ്, ഫ്ലാസ്ക്, അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ ഇവിടെ ഒരു വേസ്റ്റ് ബിൻ ഉണ്ട്. ഇത് തുണി കഴുകാനുള്ള തുണിയാണ്. പിന്നെ ഇതാണ് മെയിൻ ഏരിയ, നമ്മുടെ വാഷ്റൂം. ഇപ്പോൾ വാഷ്റൂമിലേക്ക് വരുമ്പോൾ വാഷ്റൂമിൽ ഇവിടെ നമുക്ക് തോർത്തും ഇതൊക്കെ ഉണക്കാനായിട്ട് ആ ഹീറ്ററിൻ്റെ അതേ സിസ്റ്റം തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഉണക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ എൻ്റെ കുറച്ച് സാധനങ്ങളുണ്ട്. ഇവിടെ ഒരു മിററുണ്ട്, വാഷ് ബേസിൻ. പിന്നെ സാധാരണ എല്ലായിടത്തും തന്നെ വെറ്റ് ഏരിയ പിന്നെ ഡ്രൈ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല, രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടാവും എല്ലായിടത്തും തന്നെ. ഞങ്ങൾക്ക് അവിടെ ഇങ്ങനെ ഇല്ല, ഈ റൂമിൽ അങ്ങനെ കുഴപ്പമില്ല. അതായത് അവിടെ വെള്ളം മാത്രമേ വയ്ക്കാൻ പറ്റൂ. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കവറിങ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മാത്രമേ വെള്ളം നിൽക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ബാത്ത് ടബ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി നിന്ന് അങ്ങനെ വേണം കുളിക്കാൻ. അപ്പോൾ ഇവിടെ എനിക്കങ്ങനെ പ്രശ്നമില്ല. ഇവിടെ എനിക്ക് രണ്ടും ഫുള്ള് നമ്മുടെ നോർമൽ ടോയ്ലറ്റ് പോലെ തന്നെയാണ്. അപ്പോൾ റൂം ടൂർ എന്ന് പറയാനായിട്ട് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് റൂം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഓക്കെ, ഇത് ലൈറ്റിൻ്റെ സ്വിച്ച്, ഇത് ഇവിടുത്തെ ലൈറ്റിൻ്റെ സ്വിച്ച്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്.